നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. പ്രതിയുടെ അപ്പീലിൽ വിധി വരും വരെയാണ് സ്റ്റേ. ബിജെപിയിലും RSSലും ഭിന്നത പുകയുന്നു. മോദിക്ക് RSS മേധാവിയുടെ ചെക്ക്. ചിലർ സൂപ്പർമാനും ദേവനും ഭഗവാനുമാകാൻ ശ്രമിക്കുന്നുവെന്ന് മോഹൻ ഭാഗവത്. ഉത്തർപ്രദേശ് ബിജെപിയിലെ മുഖ്യമന്ത്രി യോഗിക്കെതിരെ നീക്കങ്ങൾ ശക്തം. നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി. നാളെ 5 മണിക്കകം ഓൺലൈനായി വിശദഫലം പ്രസിദ്ധീകരിക്കണം. വിദ്യാർത്ഥികളുടെ മാർക്കും പ്രസിദ്ധപ്പെടുത്താൻ നിർദ്ദേശം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ എല്ലാ വിദ്യാർത്ഥികളെയും ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പട്ന എയിംസിലെ 3 ഡോക്ടർമാരെ CBI കസ്റ്റഡിയിലെടുത്തു. ഫിഷറീസ് സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് എന്തധികാരമെന്ന് ഹൈക്കോടതി. കോടതി ഇടപെടൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ. ഉത്തർപ്രദേശ് ഗോണ്ടയിൽ ട്രെയിൻ അപകടം. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 10 ബോഗികൾ പാളം തെറ്റി. 4 പേർ മരിച്ചതായി റിപ്പോർട്ട്. ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ചെറുതോടുകൾ പൂർണ്ണമായും ശുചീകരിക്കാൻ അടിയന്തര യോഗ തീരുമാനം. മാലിന്യ നീക്കത്തിന് സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ച് റെയിൽവേ. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല സബ് കളക്ടർക്ക്. ആമയിഴഞ്ചാൻ തോടിന്റെ ടണൽ ശുചീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി. ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്നത് റെയിൽവേ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി. റെയിൽവേ അധീന മേഖലകളിലെ മാലിന്യം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് റെയിൽവേ ഡിവിഷണൽ ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി വി ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിലേക്ക് BJP നടത്തിയ മാർച്ച് അക്രമാസക്തം. പോലീസുകാർക്കു നേരെ കമ്പും വടിയുമെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ച പ്രവർത്തകർ പോലീസുകാർക്കു നേരെ അസഭ്യവർഷവും നടത്തി. തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിലും മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ കാണിക്കുന്നത് വലിയ അലംഭാവമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കൊച്ചുവേളിയെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി. കന്നഡ സംവരണത്തിൽ മലക്കം മറിഞ്ഞ് രമേശ് ചെന്നിത്തല. കന്നഡിയർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് മാറ്റി ചെന്നിത്തല. പ്രാദേശിക തൊഴിൽ സംവരണത്തിലുള്ള തീരുമാനം കർണാടകയുടെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യുന്നതെന്ന് പുതിയ നിലപാട്. കർണാടക സംവരണ ബിൽ ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി P. രാജീവ്. മണ്ണിൻ മക്കൾ വാദം നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. ചില കോൺഗ്രസ് നേതാക്കൾ പോലും സംവരണ ബിൽ അംഗീകരിക്കുന്നത് കണ്ടുവെന്നും മന്ത്രി P. രാജീവ്.
തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിലെ പൊട്ടിത്തെറി അതിരൂക്ഷം. മുതിർന്ന നേതാക്കളുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. സംഘടനാ തലത്തിൽ അഴിച്ചുപണി നടത്തിയേക്കുമെന്ന് സൂചന. രാജ്യസന്നദ്ധത അറിയിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി. ശ്രീലങ്കൻ പര്യടനത്തിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിന്റെ പുതിയ T20 ക്യാപ്റ്റനായി. സഞ്ജു വി സാംസൺ 2020 ടീമിൽ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വ്യാപക നാശനഷ്ടം. വയനാടും കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ. എറണാകുളം പൂയംകുട്ടി കുട്ടമ്പുഴയാറിൽ ഒഴുകിപ്പോയ കാട്ടാന ചെരിഞ്ഞു. പൂയംകുട്ടിയിൽ നിന്നും ഗ്ലാവന ഭാഗത്തേക്കാണ് ആന ഒഴുകിപ്പോയത്. തൃശൂർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണം സ്വദേശി ജോയിയുടെ വീടാണ് തകർന്നത്. ആളപായമില്ല. കാസർഗോഡ് മലയോര മേഖലയിൽ കനത്ത മഴ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ചൈത്രവാഹിനി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് പ്ലാച്ചിക്കര അട്ടക്കാട് പാലത്തിൽ വെള്ളം കയറി. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് കണ്ണൂർ നുച്ച്യാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വട്ട്യോംതോട് പാലം വെള്ളത്തിനടിയിലായി. കണ്ണൂരിൽ സ്കൂൾ ബസിൽ നിന്നും കുട്ടികളെ മഴയത്ത് വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ടു. കണ്ണൂർ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ വെള്ളമെടുക്കുന്നതിനിടെ വീടിന്റെ കുളിമുറിയും കിണറും താഴ്ന്നു. അയനുള്ളിയതിൽ കുമാരന്റെ വീടിനോട് ചേർന്ന കിണറാണ് താഴ്ന്നത്. മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയിൽ ജനജീവിതം ദുസ്സഹമാകുന്നു. വയനാട്ടിൽ കബനി നദി കരകവിഞ്ഞൊഴുകി. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ കനത്ത നാശനഷ്ടം. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകം. കാസർഗോഡ് മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിൽ, വെള്ളം കയറൽ എന്നിവയെ തുടർന്ന് 36 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കോട്ടയം മാളിയേക്കടവിൽ താറാവ് കർഷകൻ മുങ്ങി മരിച്ചു. പടിയറക്കടവ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത്. പാടശേഖരത്തിലൂടെ താറാവുകളെ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. CPI-CPIM ബന്ധം ആഴമേറിയതാണെന്ന് ബിനോയ് വിശ്വം MP. ആ ബന്ധം കാറ്റുവീശിയാൽ തകർന്നു പോവില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് തങ്ങളെന്നും ബിനോയ് വിശ്വം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ. യുവാക്കളെ കയ്യിലെടുക്കാൻ തൊഴിൽ പരിശീലന ധനസഹായ പദ്ധതിക്കായി 5500 കോടി രൂപ ചെലവഴിക്കുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 90 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് അടക്കം മറ്റൊരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്ന് ഭഗവത് മാൻ.
പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് പുതിയ മാംഗ്ലൂർ ഡിവിഷൻ രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ച് ജോൺ ബ്രിട്ടാസ് MP അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു. പാടത്തിനരികിൽ ഉപേക്ഷിക്കപ്പെട്ടു കിടന്നിരുന്ന മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മലമ്പാമ്പ്. പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് 120 കോടി രൂപയുടെ വിനിയോഗത്തിന് അനുമതി നൽകിയതായി ധനമന്ത്രി KN ബാലഗോപാൽ. ബജറ്റ് വിനിയോഗ പരിധി 100% ഉയർത്തിയാണ് തുക ലഭ്യമാക്കുന്നത്. ദില്ലി മദ്യനയ കേസിൽ കവിതയെ മെഡിക്കൽ പരിശോധനയ്ക്കായി എയിംസിലേക്ക് മാറ്റാൻ റോസ് റവന്യൂ കോടതിയുടെ നിർദ്ദേശം. കവിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും ആശുപത്രി അധികൃതരോട് കോടതി നിർദ്ദേശിച്ചു. ജ്ഞാനായ സഭ ആസ്ഥാനമായ ചിങ്ങവനം മാർ അപ്രേം സെമിനാരി കവാടത്തിൽ പാത്രിയാർക്കീസ് അനുകൂലികൾ പ്രാർത്ഥനായജ്ഞം നടത്തി. പ്രതിഷേധം ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസ് മെത്രാപോലീത്തയും സംഘവും പാത്രിയാർക്കീസ് ബാവയ്ക്കും അന്ത്യോക്യ സിംഹാസനത്തിനെതിരെയും നീക്കങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച്. അമേരിക്കൻ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ 21ാമത് അന്തർദേശീയ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. ജൂലൈ 20 വരെ വാഷിംഗ്ടൺ DC നോർത്ത് ബെതസ്ഡയിലുള്ള മാരിയറ്റ് ഹോട്ടൽ കോൺഫറൻസ് സെന്ററാണ് കൺവെൻഷന് വേദിയാകുന്നത്. സ്കൂളുകളിലെ അനധികൃത പണപ്പിരിവുമായി ബന്ധപ്പെട്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇക്കാര്യം ഗൌരവമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ DEOമാർക്ക് നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്ക് വിപുലമായ വ്യായാമ സൗകര്യങ്ങൾ ഒരുക്കി തിരുവനന്തപുരം നഗരസഭ. മുട്ടട വാർഡിൽ ഒരുക്കിയ ഓപ്പൺ ജിം മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരളം URC സൗത്ത് സംഘടിപ്പിച്ച ഡയപ്പർ ബാങ്ക് പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA നിർവഹിച്ചു. URC സൗത്ത് നടപ്പിലാക്കിയ ഈ സംരംഭം മാതൃകാപരമാണെന്ന് VK പ്രശാന്ത്. തൃശൂർ കൊടകരയിൽ ശക്തമായ മഴയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വ്യാഴാഴ്ച പകൽ 3:30യോടെയായിരുന്നു സംഭവം. വെള്ളം പമ്പു ചെയ്യുന്ന മോട്ടറും കിണറ്റിൽ കുടുങ്ങി. കൂത്തുപറമ്പിൽ മഴയിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. കണ്ടംകുന്നിലെ ചെറുവളത്ത് സീതയുടെ വീടാണ് തകർന്നത്. വീടിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു. പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കാലടി സമാന്തര പാലത്തിന്റെ നിർമ്മിതിക്കായി സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികൾ വെള്ളത്തിലായി. നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഇരുമ്പ് കമ്പികളും പൈപ്പുകളുമാണ് വെള്ളത്തിനടിയിലായത്. കണ്ണൂർ ചക്കരക്കല്ലിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണു. പള്ളിപ്പോയിലെ PK ഇൻഷാദിന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. സംഭവത്തിൽ വീടിന്റെ മതിലിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന കാറിന് കേടുപാട് സംഭവിച്ചു. കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ച ഇടുക്കി ജില്ലാ ഭരണകൂടം. അടർന്നു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന വലിയ പാറക്കൂട്ടങ്ങളാണ് ഇത്തരത്തിൽ യാത്രാ നിരോധനത്തിന് കാരണം. ഇടുക്കി കുമളിയിൽ 895 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിൽ. കോതമംഗലം സ്വദേശികളായ അമൽ ജോർജ്,
സച്ചു ശശീന്ദ്രൻ, അമീർ PH എന്നിവർ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലാവുകയായിരുന്നു. കണ്ണൂർ കോഴിച്ചാലിൽ മരപ്പാലം തകർന്നു. ISDP പ്രദേശത്തെ മരപ്പാലമാണ് തകർന്നത്. പാലം തകർന്നതിനെ തുടർന്ന് തുരുത്തിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ബീഹാറിലെ ധനാഹിദ് ഗ്രാമത്തിൽ ട്രിപ്പിൾ കൊലപാതകം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അച്ഛനും 2 പെൺമക്കളുമാണ് കൊല്ലപ്പെട്ടത്. പ്രണയനൈരാശ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ്. പ്രതികൾ പിടിയിൽ. സ്വത്തുതർക്കം ചർച്ച ചെയ്യാനായി വിളിപ്പിച്ച അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മകൻ തീ കൊളുത്തി. ചൊവ്വാഴ്ച അലിഗഡിലാണ് സംഭവം. പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് മകൻ ഗൌരവ് കുംബ്ര 60കാരിയായ അമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വെള്ളച്ചാട്ടത്തിൽ വീണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം. മുംബൈ സ്വദേശിനിയായ ആൻവി ഖാംദാർ ആണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡിനടുത്തുള്ള കുംബൈ വെള്ളച്ചാട്ടത്തിൽ വീണായിരുന്നു അപകടം. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷം. പല സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. അസമിൽ ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ മൂലം മരിച്ചവരുടെ എണ്ണം 110 കടന്നു. 1342 ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയിൽ. എയർ ഇന്ത്യ അഭിമുഖത്തിനെത്തിയത് 25,000 പേർ. 2216 ഒഴിവുകളിലേക്ക് എയർ ഇന്ത്യ പ്രഖ്യാപിച്ച വാക്കിൻ ഇന്റർവ്യൂവിൽ യുവാക്കളുടെ പ്രളയം. 25,000-ലധികം പേർ ഒരേ സമയം എത്തിയത് എയർ ഇന്ത്യ അധികാരികളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. ഗുജറാത്തിൽ 1 വർഷത്തിനുള്ളിൽ പാസ്പോർട്ട് ഉപേക്ഷിച്ചവരുടെ എണ്ണം ഇരട്ടിയായി. വിദേശത്ത് മെച്ചപ്പെട്ട അവസരങ്ങളും ജീവിത നിലവാരവും തേടിപ്പോകുന്ന യുവാക്കൾ തിരിച്ചുവരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഗുജറാത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023-ൽ പാസ്പോർട്ട് ഉപേക്ഷിച്ചത് 485 പേരാണ്. രാജസ്ഥാനിൽ 10-12 ക്ലാസുകളിലേക്ക് നടന്ന ഓപ്പൺ സ്കൂൾ പരീക്ഷയ്ക്കിടെ വ്യാപക തട്ടിപ്പ്. ഉത്തരങ്ങൾ ബോർഡിൽ എഴുതിക്കൊടുത്താണ് അധ്യാപകർ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് സ്ക്വാഡാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സംഭവം ദേച്ചുവിലെ കോലു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാനിയുടെ പിതാവ് ജിതൻ സാനിയെ കൊലപ്പെടുത്തിയ സംഭവം. കേസിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിനു കാരണം സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമെന്ന് പോലീസ്. മുംബൈയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ഡോലിവലിയിലെ ഗ്ലോബ് സ്റ്റേറ്റ് കെട്ടിടത്തിലെ ശുചീകരണ ജീവനക്കാരിയായ നാഗിന ദേവി മാഞ്ചിറയാണ് മരിച്ചത്. തമാശയ്ക്ക് സുഹൃത്ത് ചെയ്ത പ്രവൃത്തിക്കിടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. റോൾസ് റോയ്സ് മുൻ ഹെഡ് ഡിസൈനറും വിന്റേജ് കാർ വിദഗ്ധനുമായ ഇയാൻ കാമറൂൺ കൊല്ലപ്പെട്ടു. ജർമ്മനിയിലെ വീട്ടിലുണ്ടായ മോഷണ ശ്രമത്തിനിടെ ഇയാൻ കുത്തേറ്റ് മരിക്കുകയായിരുന്നു. CCTV തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് UK-യിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ അപേക്ഷ ആരംഭിച്ചു. വിസ അപേക്ഷിക്കുന്നതിനായി UK സർക്കാർ ബാലറ്റ് സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് UK-യിൽ 2 വർഷം വരെ ജീവിക്കാനും ജോലി ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ജർമ്മനിയുടെ മുൻ ചാൻസലർ ഡോക്ടർ അംഗല മെർക്കൽ 70-ാം ജന്മദിനം ആഘോഷിച്ചു. സ്വകാര്യത ഉറപ്പിച്ചായിരുന്നു ജന്മദിനാഘോഷം. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയിലുള്ളവരും മറ്റു പ്രമുഖ രാഷ്ട്രീയക്കാരും മാത്രമാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്.
കേരളത്തിൽ നിന്ന് മെക്കാനിക്കൽ സിവിൽ വിഭാഗത്തിൽ ബിടെക്, പോളിടെക്നിക്, ITI കോഴ്സുകൾ വിജയിച്ച 4000 പേർക്ക് ജർമ്മനിയിലെ റെയിൽപാത നിർമ്മാണത്തിൽ ജോലി സാധ്യത. 6 വർഷം കൊണ്ട് 9000 കിലോമീറ്റർ റെയിൽപാത നവീകരിക്കുന്ന പദ്ധതിക്കായി ഈ മേഖലകളിൽ നൈപുണ്യമുള്ളവരെ തേടി ജർമ്മൻ സംഘം കേരളത്തിലെത്തി. സിറിയയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമാപിച്ചു. 250 സീറ്റിലേക്ക് 1516 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. വടക്കൻ പടിഞ്ഞാറ് ഭാഗങ്ങളും വടക്കുകിഴക്കൻ ഭാഗങ്ങളും ഒഴിവാക്കിയാണ് തെരഞ്ഞെടുപ്പ്. 2000 മുതൽ സിറിയയുടെ പ്രസിഡന്റായ ബാഷർ അൽ അസദ് തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം. ഇതുവരെ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ 15 വർഷമെങ്കിലും എടുക്കുമെന്ന് UN സംഘടന. UNന്റെ റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ആണ് കണക്ക് പുറത്തുവിട്ടത്. പ്രദേശം വീണ്ടും വാസയോഗ്യമാക്കണമെങ്കിൽ 4 കോടി ടൺ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.